നന്നാക്കാൻ പറ്റില്ലെന്ന് സകലരും കൈയൊഴിഞ്ഞ വിമാനത്താവളത്തിലെ ബീക്കൺ ലൈറ്റിന് പുതുജീവൻ നൽകി ശ്രാങ്ക് അഷ്റഫ്. കാലപ്പഴക്കത്താൽ പ്രവർത്തനം നിലച്ച എയർഡ്രോം ബീക്കൺ ലൈറ്റാണ് അഷ്റഫിന്റെ കൈത്തൊട്ടപ്പോൾ വീണ്ടും പ്രകാശിച്ചു തുടങ്ങിയത്. കേടായ ഭാഗങ്ങൾ അതേ സാങ്കേതിക വിദ്യയിൽ സ്വയം നിർമ്മിച്ചാണ് എയറോഡ്രോം ബീക്കൺ ലൈറ്റിന് അദ്ദേഹം പുതുജീവൻ നൽകിയത്. സ്വന്തം കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപും നിരവധി അംഗീകാരങ്ങൾ അഷ്റഫിന് തേടിയെത്തിയിട്ടുണ്ട്. നന്നാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിയുന്ന യന്ത്രങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് നേരെ കൊണ്ടോട്ടി എക്കാപ്പറമ്പിലുള്ള ശ്രാങ്ക് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലെത്തിയാൽ മതി. ഇവിടെ ശ്രാങ്ക് അഷ്റഫിന്റെ കൈതൊട്ടാൽ ജീവനില്ലാത്ത ഏതന്ത്രവും ജീവൻ വയ്ക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിമാനത്താവളത്തിൽ വൈമാനികർക്ക് ദിശയറിയാൻ സഹായിക്കുന്ന എയറോഡ്രോം ബീക്കൺ ലൈറ്റ് സംവിധാനത്തിന് പുതുജീവൻ നൽകിയിരിക്കുകയാണ് അഷ്റഫ് എന്ന പ്രതിഭ. എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ്. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് പൈലറ്റ് എയർപോർട്ട് എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 25 നോട്ടിക്കൽ മൈൽ ദൂരത്തു നിന്ന് തന്നെ പൈലറ്റിന് എയർപോർട്ട് എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന് 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് ബീക്കൺ ലൈറ്റ് സംവിധാനമുണ്ട്, പിന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട്. ഇൻ കേസ് ഇലക്ട്രോണിക് സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ പൈലറ്റ് ആശ്രയിക്കുന്നത് ഈ ഉപകരണത്തെയാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ലൈറ്റ് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിച്ചിട്ട് എയർപോർട്ട് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് കാലപ്പഴക്കമുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പോയതായിരുന്നു. അങ്ങനെയാണ് എയർപോർട്ട് അതോറിറ്റിനെ സമീപിക്കുന്നത്. അപ്പോൾ ഞാനത് നോക്കിയതിന് ശേഷം ഞാനത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അതിൽ റിസ്ക് ഒന്നുമില്ല. കാരണം ചില കംപ്ലൈൻറ്റായ സാധനങ്ങൾ അതിൽ മാറ്റി കൊടുക്കുക എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനും എൻ്റെ സ്റ്റാഫോട് പോയിട്ട് ഇപ്പോൾ ഈ സാധനം എയർപോർട്ടിൻ്റെ മേലെ ഇത് റൺവേ ടവറിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് ഈ സാധനം വെക്കുക. അപ്പം എൻ്റെ സ്റ്റാഫ് എല്ലാവരും കൂടിയുണ്ട് അത് അഴിച്ച് അവിടെ നിന്ന് ഇറക്കി. നല്ല വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട് തന്നെ കുറേ പണിക്കാരൊക്കെ പോയിട്ടാണ് അവിടെ നിന്ന് അഴിച്ചെടുത്ത് കൊണ്ടുവന്നത്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ കാലത്തെ ദിശയറിയാൻ അത്യാധുനിക മാർഗങ്ങൾ പലതുണ്ടെങ്കിലും വൈമാനികർക്ക് ഇന്നും ആശ്രയം എയറോഡ്രോം ബീക്കൺ ലൈറ്റ് ആണ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ വിദേശ നിർമ്മിത ബീക്കൺ ലൈറ്റ് മാസങ്ങളായി കാലപ്പഴക്കത്താൽ തകരാറായിരുന്നു. പ്രധാനപ്പെട്ട യന്ത്രഭാഗങ്ങൾ കാലപ്പഴക്കത്താൽ നശിച്ചതിനെ തുടർന്ന് നന്നാക്കിയെടുക്കുക എളുപ്പമല്ലെന്ന് പലരും കൈയൊഴിഞ്ഞതോടെയാണ് വിമാനത്താവള അധികൃതർ അഷ്റഫിനെ സമീപിക്കുന്നത്. വിമാനത്താവള ഡയറക്ടറുടെ ആവശ്യപ്രകാരം അഴിച്ചെടുത്ത ബീക്കൺ സ്വന്തം പണിശാലയിലെത്തിച്ച അഷ്റഫ് കേരളത്തിന് പുറത്തടക്കം കേടായ യന്ത്രഭാഗങ്ങൾക്കായി അന്വേഷിച്ചെങ്കിലും ലഭിച്ചില്ല. ഇതോടെ ഇവയെല്ലാം അതേ സാങ്കേതിക വിദ്യയിൽ സ്വയം നിർമ്മിച്ചാണ് അഷ്റഫ് പ്രശ്നം പരിഹരിച്ചത്. കാരണം എനിക്ക് ഇങ്ങനത്തെ സാധാരണ വർക്കുകളൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത സാധനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പിന്നെ നമുക്കൊരു ദൈവാനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് കാര്യങ്ങൾ ശരിയാവും എന്നുള്ളതാണ്. ഇതിന് ഞാൻ ശരിക്കും പേടിച്ചൊരു വിഷയമാണ്. കാരണം ഈ സ്പെയർ പാർട്സ് മാർക്കറ്റിൽ ഇവർ കൊണ്ടുവന്ന സാധനത്തിന് കംപ്ലയിൻസ് വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ ആ സാധനം കാലപ്പഴക്കം കൊണ്ട് അതും വർക്കിംഗ് അല്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മൾ ആ കൺഫ്യൂഷനായി പോയി. പിന്നെ നമ്മൾ ഇരുന്ന് പണിയെടുത്ത് അതിൽ കുറേ റിസർച്ചുകളൊക്കെ നടത്തി കുറേ സർക്യൂട്ട് മാറ്റമൊക്കെ ഉണ്ടാക്കി ഇപ്പം വളരെ കണ്ടീഷനാണ്. തിരൂർ SSM പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും കോഴിക്കോട് RECയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ പോസ്റ്റ് ഡിപ്ലോമയും പാസ്സായിട്ടുണ്ട് അഷ്റഫ്. ഏത് യന്ത്രഭാഗങ്ങൾ കേടായാലും അഷ്റഫിന്റെ കയ്യിൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും പുറത്തുനിന്നും അഷ്റഫിനെ തേടി ധാരാളം ആളുകൾ എത്തുന്നു. മുൻപും ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധ നേടിയിട്ടുണ്ട് അഷ്റഫ്. 20 വർഷം മുൻപ് സൈക്കിൾ പാർട്സുകൾ ഉപയോഗിച്ച് റിമോട്ട് ഗേറ്റ് നിർമ്മിച്ച് ആദ്യമായി അമ്പരപ്പിച്ചു. വീട്ടമ്മ എന്ന പേരിലുണ്ടാക്കിയ അലക്കുയന്ത്രത്തിന് 2012 ദേശീയ പുരസ്കാരവും മറ്റു പലവിധ കണ്ടുപിടുത്തങ്ങൾക്ക് 2015 സംസ്ഥാന പുരസ്കാരവും നേടി. കേരള വിഷൻ, കൊണ്ടോട്ടി.